Hi friends, welcome to I Choose Kitchen. ഇന്ന് നമുക്ക് ഉഴുന്നുവട ഉണ്ടാക്കാം. നമ്മൾ ഹോട്ടലിൽ നിന്നും തട്ടുകടയിൽ നിന്നൊക്കെ മേടിക്കുന്ന അതേ ടേസ്റ്റിൽ തന്നെ നമുക്ക് വീട്ടിൽ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇതേ റെസിപ്പി തന്നെ നിങ്ങൾ ഫോളോ ചെയ്യണമെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഉഴുന്നുവട ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അതിനു മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ അല്ലെങ്കിൽ ഇനിയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്താൽ തൊട്ടടുത്തൊരു കുഞ്ഞു ബെല്ലൈക്കൺ കാണാം. അത് ക്ലിക്ക് ചെയ്താൽ 3 ഓപ്ഷൻസ് വരും. അതിൽ ഓൾ ക്ലിക്ക് ചെയ്യണം. എങ്കിലേ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ഈ ഉഴുന്നുവട ഉണ്ടാക്കാനുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഉഴുന്നുവട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ 2 കപ്പ് ഉഴുന്നെടുത്തിട്ട് 4 മണിക്കൂറോളം വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അതിൻ്റെ വെള്ളമൊക്കെ കളഞ്ഞെടുത്ത് വെച്ചിട്ടുള്ള ഉഴുന്നാണിത്. നല്ല ഉഴുന്ന് നോക്കിയിട്ട് മേടിക്കണം. ഇനി നമുക്കിത് നന്നായി അരച്ചെടുക്കണം. ഗ്രൈൻഡറിലാണെങ്കിൽ ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെ നമുക്ക് അരച്ചെടുക്കാം. മിക്സിയിലാണെങ്കിൽ അങ്ങനെ വെള്ളം ചേർക്കാതെ അരച്ചെടുക്കാൻ പറ്റുകയാണെങ്കിൽ അങ്ങനെ അരച്ചെടുക്കാം. ഇല്ലെങ്കിൽ ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം മാത്രം ചേർത്തിട്ട് ഇത് നന്നായി അരച്ചെടുക്കാം. ഇപ്പം ഞാൻ മിക്സിയിലാണ് അരച്ചെടുക്കുന്നത്. അപ്പം നമുക്ക് കുതിർത്ത് വെച്ചിട്ടുള്ള ഉഴുന്ന് ഈ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് നമുക്ക് നന്നായി അരച്ചെടുക്കാം. മിക്സിയുടെ ചെറിയ ജാറിൽ ഇട്ടിട്ട് അരച്ചെടുക്കുന്നതായിരിക്കും നല്ലത്. കുറച്ച് സമയം എടുത്താലും കുറേശ്ശെ നമുക്ക് നന്നായി അരച്ചെടുക്കാൻ പറ്റും ആ ചെറിയ ജാറിലാണെങ്കിൽ. ഇപ്പൊ ഞാൻ നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്തിട്ടുണ്ടായിരുന്നു. ഇനി ഇത് കൈകൊണ്ട് നമുക്ക് നന്നായി കുഴച്ചെടുക്കണം. ഒരു 2 മിനിറ്റ് നേരം നമുക്ക് ഇതുപോലെ നന്നായി കുഴച്ചെടുക്കണം. അപ്പോഴേ നമ്മുടെ ഉഴുന്നുവട നല്ല സോഫ്റ്റ് ആയിട്ട് വരുള്ളൂ. നമ്മൾ ഉഴുന്നരച്ചെടുക്കുന്ന സമയത്ത് വെള്ളം കൂടുതൽ ചേർത്ത് കൊടുക്കരുത്. കൂടുതൽ ചേർത്ത് കൊടുത്താൽ നമുക്ക് വട ശരിയായിട്ട് കിട്ടില്ല. ഇനി ഇത് കുഴച്ച് വെച്ചിട്ട് മിനിമം 1 മണിക്കൂറെങ്കിലും നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അപ്പോഴാണ് നമ്മുടെ ഉഴുന്ന് നന്നായിട്ട് പൊന്തി വരുള്ളൂ. ഇപ്പോൾ 1 മണിക്കൂർ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ വെക്കാൻ സമയമില്ലാത്തവർ 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു മീഡിയം സൈസ് വലിപ്പമുള്ള സവാള ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഒരു വലിയ പച്ചമുളക് ചെറുതായി അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പില ചെറുതായി അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി ചതച്ചത് ചേർത്ത് കൊടുക്കാം. ഇപ്പൊ ഞാൻ ചതച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ കുഞ്ഞായിട്ട് അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് ചതച്ചത് ഇട്ട് കൊടുക്കാം. ഇത് കുരുമുളകിന്റെ പൊടിയല്ല, ഫ്രഷ് ആയിട്ടുള്ള കുരുമുളക് ചതച്ചെടുത്തിട്ടുള്ളതാണിത്. അത് 1 ടീസ്പൂൺ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ കായംപൊടി ഇട്ട് കൊടുക്കാം. ഇത് ചേർത്താൽ നമ്മുടെ ഉഴുന്നുവടക്ക് നല്ലൊരു മണവും ടേസ്റ്റും കിട്ടും. ഇനി നമ്മുടെ ഉഴുന്നുവടയുടെ പുറം ഭാഗം നല്ലൊരു ക്രിസ്പിനെസ് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് കൈകൊണ്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പം ഞാൻ നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഉഴുന്നുവട ഫ്രൈ ചെയ്തെടുക്കാം. ഉഴുന്നുവട ഫ്രൈ ചെയ്തെടുക്കാൻ പോണ സമയത്ത് തന്നെ നമുക്ക് ഒരു ബൗളിൽ കുറച്ച് വെള്ളം എടുത്ത് വെക്കാം. സാധാ നോർമൽ വെള്ളമാണ് ഞാനിപ്പോൾ എടുത്ത് വെച്ചിട്ടുള്ളത്. ഇനി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അതിനു വേണ്ടി ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അത് ചൂടായാൽ അതിലേക്ക് നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. കുറച്ചധികം തന്നെ ഓയിൽ ഒഴിച്ചു കൊടുക്കേണ്ടി വരും. നമുക്ക് ഈ വട അതിൽ മുങ്ങി കിട്ടണ പാകത്തിന് വേണം ഓയിൽ ഒഴിച്ചെടുക്കാനായിട്ട്. ഇനി ഓയിൽ ചൂടാകുമ്പോൾ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ആദ്യം തന്നെ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള വെള്ളത്തിൽ നമ്മുടെ 2 കൈയും മുക്കിയെടുക്കണം. എന്നിട്ട് ഇതിൽ നിന്ന് എടുത്തിട്ട് ഒരു വലിയ ഉരുളാക്കി എടുക്കണം. എന്നിട്ട് നമ്മുടെ തള്ളവിരൽ കൊണ്ട് അതിൻ്റെ നടുഭാഗം ഇങ്ങനെ കുഴിയാക്കി കൊടുക്കണം. എന്നിട്ട് നമ്മുടെ
ചൂടായിട്ടുള്ള ഓയിലിലേക്ക് ഇതിട്ട് കൊടുക്കാം. അങ്ങനെ എല്ലാ വട ചെയ്യുമ്പോഴും നമ്മൾ കൈ വെള്ളത്തിൽ മുക്കിയെടുത്തിട്ട് ഇതിൽ നിന്ന് എടുത്തിട്ട് തള്ളവിരൽ കൊണ്ട് കുഴിയാക്കിയിട്ട് ഓയിലിലേക്ക് ഇട്ട് കൊടുക്കണം. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കണ്ട. ഹൈ ഫ്ലെയിമിൽ വെച്ചാൽ നമ്മുടെ വടയുടെ ഉള്ളൊന്നും വെന്ത് കിട്ടില്ല. ഇങ്ങനെ മുങ്ങി കിടക്കണ പാകത്തിന് വേണം നമ്മൾ ഓയിൽ ഒഴിച്ചു കൊടുക്കാനായിട്ട്. ഇനി ഇത് ഗോൾഡൻ ബ്രൗൺ നിറം വരുന്നത് വരെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇങ്ങനെ തിരിച്ചിട്ട് കൊടുത്തിട്ട് നമുക്ക് ഗോൾഡൻ ബ്രൗൺ നിറം വരുന്നത് വരെ ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ഗോൾഡൻ ബ്രൗൺ നിറം വന്നിട്ടുണ്ട്. ഉഴുന്നുവട വെന്തിട്ടുണ്ട്. നമുക്ക് ഇതിൽ നിന്ന് കോരി മാറ്റാം. അപ്പോൾ നമ്മുടെ ഉഴുന്നുവട റെഡിയായി. നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ളത് ഇതുപോലെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ബാക്കിയുള്ളത് ഞാൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇത് നമുക്ക് ചട്നിയുടെ ചമ്മന്തിയുടെ ഒക്കെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇതുവരെ ഉഴുന്നുവട ഉണ്ടാക്കിയിട്ട് ശരിയാവാത്തവർ ഇതുപോലെ ഒരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കണം. അപ്പോൾ നിങ്ങൾക്ക് പെർഫെക്റ്റ് ആയിട്ട് ഉഴുന്നുവട ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഇനിയും ഇതുപോലുള്ള വീഡിയോസുമായി വരാൻ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്താൽ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. എങ്കിലേ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.